നമസ്കാരം. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പര്യവസാനമായിരിക്കാം. 70% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു. 2021 പോൾ ചെയ്ത 75% പരം പോളിംഗ് ഇക്കുറി അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാ മുന്നണികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വല്ലാത്ത പ്രതീക്ഷയിലാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആര് സ്ഥാനാർത്ഥിയാകും എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുകയും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്നലകളിൽ പാലക്കാട്ടെ UDFന്റെ പ്രധാന മുഖമായിരുന്ന ഡോക്ടർ പി സരിൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ട് കലഹിച്ച് പുറത്തേക്ക് വരികയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. പ്രചരണ രംഗത്തേക്ക് കടന്നതിന് ശേഷം അപ്രതീക്ഷിതമായി കടന്നു വന്ന ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെയായിരിക്കും ഇടത് അനുഭാവികൾ ഇടതുപക്ഷ പ്രവർത്തകർ സ്വീകരിക്കുക എന്ന ആശങ്കയെല്ലാം വളരെ പെട്ടെന്ന് അകന്ന് എല്ലാവരും ഒറ്റ മനസ്സാലെ പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോഴും പലകുറി പലയിടങ്ങളിലും മണ്ഡലത്തിൽ ആധികാരികമായി വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി വല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പലപ്പോഴും ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഉറപ്പായിട്ടും അദ്ദേഹം ഭൂരിപക്ഷം ഉൾപ്പെടെ വളരെയധികം ആത്മവിശ്വാസത്തിൽ വിജയിക്കുമെന്നുള്ള ആ പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്, മറിച്ചൊരു റിസൾട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ ഒരു ചോദ്യത്തിനും ആ ഒരു സംശയത്തിനും ഒരു തരത്തിലും വീണ്ടും ബാക്കി വെക്കാതെയുള്ള ഒരു മറുപടി ഇന്നിപ്പോ മാതൃഭൂമി ചാനൽ അദ്ദേഹം നൽകി. അതോടുകൂടി സരിൻ ഈ പറയുന്നത് വെറുതെ അല്ല, എന്തുകൊണ്ട് തനിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി വിജയിച്ച് കയറാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ പ്രതികരണം മാറിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. നിഷേധ വോട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, മറ്റനുകമ്പ വോട്ടുകളും സഹതാപ വോട്ടുകളും കാത്തിരിക്കുന്നവർ, അവരെയൊക്കെ നിരീക്ഷാക്കിക്കൊണ്ട് പോസിറ്റീവ് വോട്ടുകൾ, അറിഞ്ഞു നൽകുന്ന വോട്ടുകളിലൂടെ ഇടതുപക്ഷം വിജയിക്കും. ചേട്ടൻ എപ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ്. കാരണം 3-ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ CPM കിടക്കുമ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ പ്രതീക്ഷകൾ, കണ്ണുകളിൽ ഇപ്പോഴും തിളക്കമുണ്ട്. ജനങ്ങളല്ലേ നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെതായ ഒരു പാഠമില്ല, ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠം. അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ കണ്ണ് കണ്ടാൾ ഞാനാണ്, അവരുടെ ശബ്ദം കേട്ടത് എൻ്റെ കാതുകളാണ്, അവരുടെ മനസ്സ് വായിച്ചത് ഞാനാണ്. കാരണം അവരിലേക്ക് ഒരുപാട് എത്താൻ നമുക്ക് സാധിച്ചു, എന്നെ എത്തിച്ചു എൻ്റെ പ്രവർത്തകർ. ഇടതുപക്ഷത്തിൻ്റെ 180 ബൂത്തിലെ പ്രവർത്തകരും ഓരോ ഇടങ്ങളിലും എത്തിച്ചപ്പോൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ തുകയാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത്. അല്ലാതെ എനിക്കൊരു മനക്കണക്കില്ല. അതാണ് ഞാൻ വളരെ 1.5 മാസം കഴിഞ്ഞു മാതൃപാർട്ടിയിൽ നിന്ന് വന്നു. സാറിന് എപ്പോഴും ഇപ്പോൾ 20,000 പറയുമ്പോഴും കഴിഞ്ഞ തവണ CPM 3-ാം സ്ഥാനത്തുണ്ട്. ഒരു പരാജയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മനസ്സിൽ വരുന്നുണ്ട്? കഴിഞ്ഞില്ല അങ്ങനെ പരാജയപ്പെട്ടാൽ ഇനി എൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊക്കെയുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണ് 2021 പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകേണ്ട ഒരാളല്ലേ ഞാൻ. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ് ഒരു മനുഷ്യൻ്റെ, അതും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു CPMകാരൻ്റെ, ഒരു സഖാവിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിനെ നിർണ്ണയിക്കുന്നത് അല്ല. ഇവിടെ ഒരു സംഘടനയെ വളർത്തിയെടുക്കാനുണ്ട്, ജനങ്ങളിൽ കൂടുതൽ ജനകീയമാക്കാനുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വ്യാപൃതനാവും. ഈ 1.5 മാസത്തെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. മാതൃപാർട്ടിയെ വിടുന്നു, വലിയ വിമർശനങ്ങൾ. എൻ്റെ മാതൃപാർട്ടി CPM ആണ്. എൻ്റെ മാതൃപാർട്ടി CPM ആണ്. ഈ 1.5 മാസത്തെ പ്രചരണത്തിനിടയിൽ മനസ്സിൽ ഒന്ന് കയറിയ സംഭവം? മനസ്സിൽ കയറിയ സംഭവം എന്ന് പറയുമ്പോൾ എന്നെ വിലയിരുത്താൻ സത്യം പറഞ്ഞാൽ CPM പ്രവർത്തകർക്ക് ഒരു 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 നിമിഷം പോലും കിട്ടിയില്ല. അവർ ആദ്യമേ അറിയുന്നത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തി പുറത്തു വന്ന ഒരാൾ പിന്നെ അയാൾ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതൊക്കെയാണ്. വിലയിരുത്താൻ ഒരു നിമിഷം പോലും അവർക്ക് കിട്ടാഞ്ഞിട്ട് പോലും ഒരു സ്ഥാനാർത്ഥിയെ, എതിർപ്പാളയം വിട്ട് വന്നൊരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിൽ ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഒരു കണ്ണിൽ പോലും സംശയത്തിൻ്റെ ഒരു നിഴല് പോലും ഞാൻ കണ്ടില്ല. ഇവനെന്താണ് ഉദ്ദേശം എന്നൊരു തോന്നലുണ്ടാവണ്ടേ, പറച്ചിലോ വാക്കിലോ നടത്തത്തിലോ അതുണ്ടാവണ്ടേ. ഒരാളിൽ പോലും അതുണ്ടായില്ല എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്രം നൽകുന്ന രാഷ്ട്രീയ അടിത്തറയുടെ ബോധമാണ്, ഉൾക്കാഴ്ചയാണ്. പിന്നല്ലാതെ എന്തായാലും സരിന്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന്. എന്റെ സ്വപ്നങ്ങളല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് പാലക്കാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയ നിമിത്തം മാത്രമാണ്, വ്യക്തിപരമല്ല ഒരു തെരഞ്ഞെടുപ്പും. ഓക്കെ, കേട്ടല്ലോ. താൻ വെറുതെ അല്ല അത് പറയുന്നത്. പലപ്പോഴും പലകുറി അദ്ദേഹം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത് പറയുന്നത്? കാരണം 3-ാം സ്ഥാനത്താണ് നിലവിൽ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ടേം ആയിട്ടുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് സരിൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ
പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് വളരെ ശക്തമായി കടന്നു കയറുകയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് അദ്ദേഹം ശക്തമായിട്ട് നടന്നു കയറുകയും ശക്തമായിട്ട് പ്രചരണ രംഗത്ത് സജീവമാകുകയും ചെയ്തതോടുകൂടി നിലം തൊടാൻ പറ്റാത്ത അവസ്ഥ മറ്റ് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് വന്നവർ, പലതരത്തിലുള്ള രാഷ്ട്രീയ പ്ലാനുമായി കടന്നു വന്നവരെ എല്ലാം അക്ഷരാർത്ഥത്തിൽ വഴി തെറ്റിക്കുന്ന പ്രചരണമാണ് സരിൻ അവിടെ കാഴ്ചവെച്ചത്. അതോടുകൂടി NDAയും UDFും തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി UDFും LDFും തമ്മിലുള്ള ഒരു പോരാട്ടമായി പാലക്കാട് മാറുന്ന സാഹചര്യമുണ്ടായി. NDA ചിത്രത്തിലില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. NDA 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന വിലയിരുത്തലുമുണ്ടായി. ആ സന്ദർഭങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് സരിൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള ഉത്തരമാണ്. അതായത് ആൾക്കാരെ നേരിട്ട് കണ്ടും നേരിട്ട് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മുഖത്തുണ്ടായ പ്രത്യാശ, അവർ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം, അതാണ് തന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. താൻ ഊഹാപോഹ കണക്കുകളല്ല ഈ പറയുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം സംശയത്തോടെ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ ശ്രമിച്ചിരുന്നവർക്ക് ഇതൊരു ഉത്തരമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നിശ്ചയമായും വോട്ടർമാരാണ്. അതുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് വിധി എന്നതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ ആളല്ല. കാര്യം ജനമനസ്സുകളെ വായിച്ചെടുക്കാനുള്ള ഒരു യന്ത്രവും എന്റെ കൈവശം ഇല്ലാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് വിലയിരുത്തലുകൾ മാത്രമേ നടത്താൻ കഴിയൂ. തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലുള്ള പോളിംഗുകൾ എങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ജനം ചിന്തിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചൊക്കെ അത് ഒരു അണ്ടർ കറണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നുണ്ട്. പല തെരഞ്ഞെടുപ്പുകളും വിലയിരുത്തിയിട്ടുണ്ട്, ചിലതുകളിൽ പിഴച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതകളെല്ലാം നിലനിൽക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിധി നിർണയം അതൊരു അസാധ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചിട്ടുണ്ട്. ആധികാരികമായി വിജയിക്കുമെന്ന് UDF അവകാശപ്പെടുമ്പോഴും എന്നാൽ അങ്ങനെയല്ല. ഒരു സ്ഥാനാർത്ഥി കളം പിടിച്ചതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ പെട്ടി പൊട്ടിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിലേക്ക് കടക്കുമ്പോൾ പ്രചരണ രംഗത്ത് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനുകൾക്കിടയിൽ തനിക്ക് ലഭിച്ച സ്വീകാര്യത, ആൾക്കാർ തന്നോട് പങ്കുവെച്ച പല കാര്യങ്ങൾ, ആൾക്കാർ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പ്രകടിപ്പിച്ചപ്പോൾ അതാണ് തന്റെ ആത്മവിശ്വാസത്തിന് മുതൽക്കൂട്ടായിരിക്കുന്നു എന്ന് സരിൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ആളെ കണ്ട് 180ഓളം ബൂത്തുകളിൽ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അത് എത്രത്തോളം ജനഹിതത്തിലുണ്ട് എന്നതിനെ സംബന്ധിച്ച് 23-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. അതിനപ്പുറത്തേക്ക് ലോകത്ത് ഇന്ന് വരെ ഒരു മിഷനും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതെങ്കിലും വ്യക്തി മരിച്ചാൽ സഹതാപമുണ്ടാക്കി ജയിക്കുന്നതിനപ്പുറം സാധാരണഗതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങളുടെ തീരുമാനമെന്ന് കൃത്യമായി റെക്ടിഫൈ ചെയ്യാൻ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ് ജനവിധി എന്ന് നമുക്ക് പെട്ടി പൊട്ടിക്കുന്നത് വരെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ.